വേദഭാഗം വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ബൈബിളുള്ള എല്ലാ ദൈവകുഞ്ഞുങ്ങളും ആമേൻ വേദപുസ്തകം തുറന്ന് റോമാ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇന്ന് രാത്രിയിൽ നമ്മൾ വായിച്ചിരിക്കുന്ന വേദഭാഗം എല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കുന്ന വേദഭാഗമാണ്. ദൈവത്തിൻ്റെ ഭക്തന്മാരിലൂടെ പല പ്രാവശ്യം നാം കേട്ട ഒരു ദൈവിക വചനമാണ്. എന്നാൽ ഇന്ന് രാത്രിയിലും വളരെ പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കണം. ഈ വചനത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കേണ്ടതിനായിട്ട്, ഇടപെടേണ്ടതിനായിട്ട് ദൈവ സാന്നിധ്യം നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇന്ന് രാത്രി തിരിച്ചറിയേണ്ടതിന് വളരെ പ്രാർത്ഥന നമുക്കായിരിക്കാം. നമുക്കറിയാം ഹല്ലേലൂയ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത് ആർക്കാണ്? എല്ലാവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കത്തില്ല. കഷ്ടതകൾ, പ്രയാസങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, നിരാശകൾ കടന്നു വരുമ്പോൾ ഒരു ദൈവ പൈതലിൽ ഹല്ലേലൂയ ആ പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരു ദൈവ പൈതല് ഈ പ്രയാസങ്ങളെ ഓവർകം ചെയ്യുവാനിടയായി തീരും. എന്നാൽ അവിശ്വാസിയായിരിക്കുന്ന, ദൈവത്തിൽ ആശ്രയം വെക്കാത്തതായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, ദുഃഖങ്ങൾ, നിരാശകൾ കടന്നു വരുമ്പോൾ ഈ പ്രതിസന്ധിയെ മറികടക്കുവാൻ കഴിയാതെ അവരുടെ ജീവിതം അവസാനിപ്പിക്കുവാൻ ഇടയായി തീരും. എന്നാൽ ഒരു ദൈവത്തിന്റെ പൈതലിനറിയാം, എന്റെ ജീവിതത്തിലെ ഇന്നത്തെ കഷ്ടതകൾ, ഇന്നത്തെ ഭാരങ്ങൾ, ഇന്നത്തെ ദുഃഖങ്ങൾ ഇതെല്ലാം നന്മയ്ക്കായിട്ട് മാറുന്ന ഒരു ദിവസം വരുന്നു. ഇതെല്ലാം അനുഗ്രഹത്തിലേക്ക് ഹല്ലേലൂയ കടന്നു വരുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര ദൈവ മക്കൾ അത് വിശ്വസിക്കുന്നു? എല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആർക്കാണ് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്? എല്ലാവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കത്തില്ല. എല്ലാവർക്കും സകലവും ഹല്ലേലൂയ നന്മയ്ക്കായിട്ട് തീരത്തില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് പദങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ഇന്ന് രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ പൈതലാണെങ്കിൽ, നീ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഹല്ലേലൂയ മകനാണെങ്കിൽ, മകളാണെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഇന്ന് നടക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ നീ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രതികൂലങ്ങൾ അതെല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്ന ഒരു ദിവസം അല്ല, ഒരു നാള് ഹല്ലേലൂയ കടന്നു വരുവാൻ പോകുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നു? എന്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ, എന്റെ ജീവിതത്തിലെ ഭാരങ്ങൾ, എന്റെ ജീവിതത്തിലെ ഒറ്റപ്പെടലുകളും കുറ്റപ്പെടലുകളും എല്ലാം നന്മയ്ക്കായിട്ട് തീരുവാൻ പോകുകയാണ്. അനുഗ്രഹത്തിലേക്ക് അത് മാറുവാൻ പോകുകയാണ്. ഒന്ന്, നീ ദൈവത്തെ സ്നേഹിക്കണം. രണ്ട്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. പ്രൈസ് ദി ലോർഡ്. ചിലർ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്, അവർ ആശ്രയിക്കുന്നത് അവരുടെ താൽക്കാലികമായിരിക്കുന്ന നന്മകൾക്ക് വേണ്ടി മാത്രമാണ്, ഭൗതികമായിരിക്കുന്ന നന്മകൾക്ക് വേണ്ടിയാണ്. അവരെന്തെങ്കിലും ആഗ്രഹിച്ച് കടന്നു വന്ന് ആ കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ക്രിസ്തുവിലെ അല്ലെങ്കിൽ ദൈവത്തെ അവർക്ക് സ്നേഹിപ്പാൻ കഴിയത്തില്ല. അവർ ദൈവത്തെ മറന്നു പോകുന്നതായി കാണാൻ കഴിയും. ചില ആൾക്കാർ ഇങ്ങനെയാണ് ദൈവസന്നിധിയിൽ കടന്നു വരുന്നത്. അവിടെ ഹല്ലേലൂയ ഭൗതികമായിരിക്കുന്ന ആവശ്യങ്ങളെല്ലാം നിറവേറണം. പ്രൈസ് ഗോഡ്. എന്നാൽ ഹല്ലേലൂയ കഷ്ടത കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ അവർ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കും. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വന്നത്? ഇത്രത്തോളം ഞാൻ പ്രാർത്ഥിച്ചില്ലേ, ഇനി ഈ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് കഷ്ടതയുടെ നടുവിൽ അവർ മാറിപ്പോകുവാനിടയായി തീരും. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ പൈതല് ഏത്
കഷ്ടത അവന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും, ഏത് പ്രതികൂലങ്ങൾ അവന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും, എത്ര വലിയ വെല്ലുവിളികൾ അവന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും, അവൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ ഹല്ലേലൂയ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനിടയായി തീരും. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അവൻ അറിയാം എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും ഭാരത്തോടെ, വേദനയോടെ, ദുഃഖത്തോടെയാ നീ ആയിരിക്കുന്നെങ്കിൽ, ക്രിസ്തുവിനെ പിൻപറ്റിയതിന്റെ പേരിൽ നീ കഷ്ടങ്ങൾ സഹിക്കുന്നുണ്ടെങ്കിൽ, വേദനകൾ സഹിക്കുന്നുണ്ടെങ്കിൽ, നിന്ദകൾ അനുഭവിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ദൈവ പൈതലേ, അവൻ ദൈവ മകനെ, മകളെ, ഒരു കാര്യം ഓർത്തോണം, നന്മയ്ക്കായിട്ടെല്ലാം ഒരു ദിവസം നിന്റെ ജീവിതത്തിൽ കൂടി വ്യാപരിക്കും. ഇന്നത്തെ കഷ്ടതകൾ, ഇന്നത്തെ ദുഃഖങ്ങൾ അവൻ നന്മയ്ക്കായി മാറുന്ന ഒരു ദിവസം കടന്നു വരാൻ പോകുകയാണ്. അതുകൊണ്ടാണ് ഭക്തൻ വിളിച്ചു പറഞ്ഞത്, എന്റെ വിലാപത്തെ അവൻ നൃത്തമാക്കി മാറ്റി. ഇന്ന് രാത്രിയിൽ നീ വിലാപത്തോടെ, ഭാരത്തോടെ, വേദനയോടെ, ദുഃഖത്തോടെ ആയിരിക്കാം ഒരു പക്ഷെങ്കിൽ ഈ ലൈവിന്റെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്നത്, അല്ല നീ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം, അവൻ നിന്റെ ദുഃഖം മാറ്റുന്ന, നിന്റെ പ്രയാസം മാറ്റുന്ന, നിന്റെ വേദനകളെ മാറ്റുന്ന, എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ഒരു ദൈവ പ്രവൃത്തി നിന്റെ ജീവിതത്തിന്റെ അകത്ത്, നിന്റെ കുടുംബത്തിന്റെ അകത്ത് സർവശക്തനായ ദൈവം വെളിപ്പെടുത്തും. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതൽ പ്രതികൂലങ്ങൾ കണ്ട്, പ്രതിസന്ധികൾ കണ്ട് അവൻ മാറിപ്പോകുന്നവനായി തീരരുത്. ഹല്ലേലൂയ. നമുക്കറിയാം, അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ പത്മോസിന്റെ ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടപ്പോൾ ആമേൻ ദൈവത്തിലുള്ള ആശ്രയം മുറുകെ പിടിക്കുവാനിടയായി തീർന്നു. ആമേൻ എഫെസോസ് സഭയിലെ ഒരു നല്ല പാസ്റ്ററായിട്ടിരിക്കുമ്പോഴാണ് ഡൊമീഷ്യൻ ചക്രവർത്തി ഈ യോഹന്നാനെ പത്മോസിലേക്ക് നാടുകടത്തുന്നത്. റോമ ഗവൺമെന്റിന്റെ തടവറയാണ് ആമേൻ പത്മോസ് എന്ന ദ്വീപ്. പ്രൈസ് ഗോഡ്. നമുക്കറിയാം, പത്മോസിന്റെ ദ്വീപിൽ പോയ ഒറ്റ വ്യക്തി പോലും തിരിച്ചു വന്നിട്ടില്ല. ആമേൻ ദൈവത്തെ സ്നേഹിക്കുന്ന, ആമേൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ട ദൈവത്തിന്റെ ഭക്തൻ, ഹല്ലേലൂയ, അഭിഷക്തൻ, ഹല്ലേലൂയ, സന്തോഷത്തോടെയാണ് പത്മോസിന്റെ ദ്വീപിലേക്ക് പോയത്. ആ പത്മോസിന്റെ ദ്വീപിലേക്ക് കടന്നുപോയ ദൈവത്തിന്റെ ഭക്തന്റെ ജീവിതത്തിൽ അവൻ ഹല്ലേലൂയ നഷ്ടം വന്നില്ല, ലാഭമാണ് ഉണ്ടായത്. ഇന്ന് രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഒരു പക്ഷേ ചില പത്മോസിന്റെ അനുഭവത്തിലേക്ക് അവൻ ഹല്ലേലൂയ നീ കടന്നുപോയാൽ, ചില ഏകാന്തതയുടെ അനുഭവത്തിലേക്ക് നീ കടന്നുപോയാൽ, ഒരു കാര്യം ഓർത്തോണം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ടാണ് കൂടി വ്യാപരിക്കുന്നത്. അവൻ യോഹന്നാനെ, നീ പത്മോസിൽ പോയത് നിനക്ക് നഷ്ടമല്ല, നന്മയ്ക്കായിട്ട് ഒരു ദൈവിക തേജസ്, ഒരു ദൈവിക ശബ്ദം അവൻ നീ കേൾക്കുവാനുണ്ട്. പത്മോസിന്റെ ദ്വീപിൽ അവൻ ദൈവം നിനക്ക് വേണ്ടി ചില പാക്കേജുമായി അവൻ ഇറങ്ങി വരുന്ന അവൻ ഹല്ലേലൂയ ദിവസം മുൻപിലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, അവൻ എല്ലാവർക്കും കഷ്ടതയില്ല, എല്ലാവർക്കും ഞെരുക്കമില്ല, എല്ലാവർക്കും വേദനകളില്ല, എല്ലാവർക്കും പത്മോസിന്റെ അനുഭവമില്ല. പത്മോസിന്റെ അനുഭവമുള്ള ദൈവ പൈതലേ, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ഹല്ലേലൂയ പദ്ധതി, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന അല്ലെങ്കിൽ ദൈവികമായിരിക്കുന്ന ആ നന്മ അത് കൂടി വ്യാപരിക്കുന്ന ഒരു ദിവസമുണ്ട്. ആമേൻ. അതാ പറഞ്ഞത്, എല്ലാം നന്മയ്ക്കായിട്ട്. അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിച്ച് അവൻ ചേർത്തിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിലെ ഇന്നത്തെ കഷ്ടമുണ്ടല്ലോ, ഇന്നത്തെ ഏകാന്തതയുണ്ടല്ലോ, ഇന്നത്തെ ഒറ്റപ്പെടുത്തലുകളുണ്ടല്ലോ, ഇന്ന് നിന്നെ കുറ്റപ്പെടുത്തുന്നവരുണ്ടല്ലോ, അവരുടെ മുൻപിലെല്ലാം നന്മയ്ക്കായിട്ട്, എല്ലാം നന്മയ്ക്കായിട്ട് എന്റെ കർത്താവ് ഒരുക്കി തരുന്ന ഒരു ദിവസമുണ്ട്. എത്ര പേർ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നു, ഇന്ന് എന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും ഞെരുക്കങ്ങളും കഷ്ടതകളിലൂടെയാ ഞാൻ കടന്നു പോകുന്നത്, പക്ഷെ ഈ പ്രയാസത്തിന്റെ നടുവിലോ ഞാൻ എന്റെ ദൈവത്തെ സ്നേഹിക്കും, ഈ കഷ്ടതയുടെ നടുവിലും ഞാൻ എന്റെ ദൈവത്തിന് പാട്ടുപാടും, ഈ പ്രതികൂലത്തിന്റെ നടുവിലും ഞാൻ ദൈവത്തെ ആരാധിക്കും, ഈ കഷ്ടതയുടെ നടുവിലും ഞാൻ ദൈവത്തെ പ്രസംഗിക്കും. കാരണം എനിക്കറിയാം, ഇവിടെ കൊണ്ട് തീരുന്ന ഒരു വിളിയല്ല എന്റെ മേൽ കിടക്കുന്നത്. പ്രൈസലോ, നിർണയപ്രകാരം അവൻ ദൈവത്തെ ഹല്ലേലൂയ കണ്ടുമുട്ടിയ ദൈവ പൈതലേ, അവൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ട ദൈവ പൈതലേ, ഇന്ന് രാത്രിയിൽ
രാത്രിയിൽ നീ മറന്നു പോകരുത്. നിന്റെ കഷ്ടത അവസാനിക്കുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് വിളിച്ചു പറഞ്ഞത്, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾ പ്രാപിക്കും. പൗലോസ് ഇത് അറിഞ്ഞതുകൊണ്ടാ അവൻ പ്രൈസലോ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന, എല്ലാം അനുഗ്രഹത്തിലേക്ക് പോകുന്ന ഒരു ദിവസമുണ്ടെന്ന് പൗലോസ് മനസ്സിലാക്കി. അതുകൊണ്ട് പൗലോസ് പറയുകയാ, ഞങ്ങളുടെ ഇവിടുത്തെ കഷ്ടതകൾ, ഇവിടുത്തെ ദുഃഖങ്ങൾ, ഇവിടുത്തെ ഭാരങ്ങൾ നൊടി നേരത്തേക്കേ ഉള്ളൂ. സ്തോത്രം. ഇന്ന് രാത്രി മനസ്സിലാക്കിക്കോണം, നീ അനുഭവിക്കുന്ന വേദന അത് കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. നീ അനുഭവിക്കുന്ന കഷ്ടപ്പാട് അത് കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. നീ അനുഭവിക്കുന്ന പീഡകൾ, പട്ടിണികൾ, നിന്ദകൾ എല്ലാം കുറച്ചു നേരത്തേക്കേ മാത്രമുള്ളൂ. ഇവിടുന്ന് ഹല്ലേലൂയ എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കോ. ഇന്നത്തെ കഷ്ടതകളെ നോക്കി വിളിച്ചു പറയുവാൻ എത്ര പേർക്ക് കഴിയും? നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം, കുറച്ച് സമയത്തേക്ക് മാത്രമുള്ള കഷ്ടം, അത്യന്തം അനവധി തേജസ്സിന്റെ ഒരു വലിയ മഹത്വം ഞങ്ങളിൽ വെളിപ്പെടാൻ പോകുകയാണ്. ആ മഹത്വം ഞങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രിയിൽ ഭാരപ്പെടുന്ന ദൈവ പൈതലേ, വേദനപ്പെടുന്ന ദൈവമകനെ, വേദന അനുഭവിക്കുന്ന ദൈവ പൈതലേ, നിന്റെ കഷ്ടതകൾ കുറച്ചു നേരത്തേക്കേ ഉള്ളൂ. തോടി സമയത്തേക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നീ വിളിച്ചു പറയണം, അത്യന്തം അനവധിയായിരിക്കുന്ന ഒരു സന്തോഷം ഞാൻ പ്രാപിക്കും. ഇതെല്ലാവരും പ്രാപിക്കത്തില്ല, ആർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമാണ് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്. ഒരു ദിവസം ദൈവത്തെ കാര്യം കാണാൻ വേണ്ടി ദൈവത്തെ സേവിച്ചാൽ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കത്തില്ല. രോഗം മാറാൻ വേണ്ടി മാത്രം ദൈവത്തെ പിൻപറ്റിയാൽ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കത്തില്ല. ഇന്ന് രോഗം പ്രാർത്ഥിക്കുമ്പോൾ രോഗം മാറും, പക്ഷെ രോഗം പിന്നെയും കടന്നു വരും. എന്നാൽ നിർണയപ്രകാരം വിളിക്കപ്പെട്ട ദൈവ പൈതലേ, അവൻ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ ആദരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിലാണ് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്. ഒരു കാര്യം ഓർത്തോണം, എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് കൂടി വ്യാപരിക്കത്തില്ല നന്മയ്ക്കായിട്ട്. ആര് ദൈവത്തെ സ്നേഹിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ, അവരുടെ ജീവിതത്തിൽ നന്മയ്ക്കായിട്ട് എല്ലാം കൂടി വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ സാക്ഷാൽ ദൈവത്തെ സ്നേഹിക്കുന്നവരെയാണ് ദൈവത്തിന് വേണ്ടത്. ഇന്ന് രാത്രിയിൽ നീ യഥാർത്ഥമായിട്ടാണോ ദൈവത്തെ സ്നേഹിക്കുന്നത്? നീ പ്രാർത്ഥിക്കുന്നത് ഹല്ലേലൂയ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടാണോ നീ പ്രാർത്ഥിക്കുന്നത്? നിന്റെ പ്രാർത്ഥന യഥാർത്ഥമാണോ? നിന്റെ ആരാധന യഥാർത്ഥമാണോ? ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെയാണ് ദൈവത്തിന് വേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം ഹല്ലേലൂയ 20-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തല പ്രവർത്തികൾ 20:24. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്നെ ശുശ്രൂഷയും തികയ്ക്കണമെന്ന് എനിക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുകയാ, എങ്കിലും എൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് ഞാൻ എണ്ണുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിന് പറയുവാൻ കഴിയും, എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. കഷ്ടതകൾ കടന്നു വന്നോട്ടെ, പീഡകൾ കടന്നു വന്നോട്ടെ, ഹല്ലേലൂയ പീഡനങ്ങൾ കടന്നു വന്നോട്ടെ, ഞെരുക്കങ്ങൾ കടന്നു വന്നോട്ടെ, ആരെല്ലാം എനിക്കെതിരായി തിരിഞ്ഞോട്ടെ, പക്ഷേ ഹല്ലേലൂയ ഒരു ഭക്തന് മാത്രമേ, ദൈവത്തെ സ്നേഹിക്കുന്നവന് മാത്രമേ പറയുവാൻ കഴിയത്തുള്ളൂ, എങ്കിലും എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. നമുക്കറിയാം പ്രൈസ് ദി ലോർഡ്, യോഹന്നാൻ സ്നാപക യോഹന്നാൻ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ തന്റെ ഇടത്തോടെ നിന്ന് വിളിച്ചു പറഞ്ഞതാണ്, റോമ കൈസർമാരെ നിങ്ങൾ ദൈവമെന്ന് പറയരുതെന്ന് പറഞ്ഞതിന്റെ പേരിൽ പ്രൈസ് ദി ലോർഡ് ഡൊമീഷ്യൻ ഹല്ലേലൂയ ഈ യോഹന്നാൻ എതിരായി തിരിയുവാനിടയായി തീർന്നു.
തീർന്നു. തന്റെ ഇടത്തോടെ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ വിളിച്ചു പറയുന്ന ദൈവ മക്കൾക്കെതിരെ പീഡകൾ ഉണ്ടാകും, പ്രതികൂലങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും, വെല്ലുവിളികൾ ഉണ്ടാകും. പക്ഷെ നീ ഭയപ്പെട്ടു പോകരുത്. നീ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ ഒരു കാര്യം ഓർത്തോണം, നിർണയപ്രകാരമാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്ന വിളിക്കകത്ത് ദൈവിക പദ്ധതി ഉള്ളത് കൊണ്ടാ ദൈവം നിന്നെ വിളിച്ചിറക്കിയത്. മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കരുത്. ദൈവത്തിനു വേണ്ടി ഹല്ലേലൂയ ചങ്കുറ്റത്തോടെ നിൽക്കുവാൻ കഴിവുള്ള അഭിഷക്തന്മാരെ ഈ കാലഘട്ടത്തിലും ദൈവം തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിർണയപ്രകാരമാ ദൈവം നിങ്ങളെ വിളിച്ചെങ്കിലോ പ്രതികൂലങ്ങളും വെല്ലുവിളികളും കടന്നു വരുമ്പോൾ ദൈവത്തിലുള്ള സ്നേഹത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറഞ്ഞതുപോലെ ഞാനും നിങ്ങളും വിളിച്ചു പറയണം, എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. ഈ പ്രാണൻ പോയാലോ, ഈ ശരീരം മണ്ണോട് ചേർന്നാലോ അവനെല്ലാം നന്മയ്ക്കായിട്ട് ഒരു ദിവസം കൂടി വ്യാപരിക്കോ, ഒരു ദിവസം നന്മയായി മാറത്തേയുള്ളൂ. അതുകൊണ്ട് ഹല്ലേലൂയ പ്രാണനെ പോലും നാം വിലയേറിയതായി എണ്ണരുത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവ വൈതലേ, യേശുവിനെ സ്നേഹിക്കുന്ന ദൈവ വൈതലേ, നിന്റെ പ്രാണൻ കർത്താവിന് വേണ്ടി കൊടുക്കേണ്ടി വന്നാലും അവൻ നീ ദൈവത്തിന് വേണ്ടി നിൽക്കണം. നോർത്ത് ഇന്ത്യയുടെ മണ്ണിൽ നീണ്ട 19 വർഷമായിട്ട് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം അവൻ ജാതികളോട് വിളിച്ചു പറയുവാൻ, ഭാരത സുവിശേഷീകരണത്തിന്റെ ഒരു ഭാഗമായി തീരുവാൻ എന്റെ തമ്പുരാൻ എന്നെ ഇടയാക്കിയതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അനേക വെല്ലുവിളികൾ എനിക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. അടിച്ചു കൊല്ലുമെന്നോ അവൻ ഹല്ലേലൂയ നിന്നെ കണ്ടിച്ച് പാഴ്സലാക്കുമെന്നുമൊക്കെ വിളിച്ചു പറഞ്ഞവരുടെ നടുവിൽ അവൻ എനിക്കൊരു കാര്യം അറിയാം, ഒരു നെഹമ്യാവിനെ ദൈവം അവൻ ഹല്ലേലൂയ പണി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നെഹമ്യാവെ പണിയത്തുള്ളൂ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നിർണയപ്രകാരം വിളിച്ച ദൈവ വൈതലേ, നിർണയപ്രകാരം വിളിച്ചിരിക്കുന്ന അഭിഷക്തന്മാരെ, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്കകത്ത് ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കേണ്ട പദ്ധതികൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. നിങ്ങളെ കൊണ്ട് അവൻ ദൈവം ഹല്ലേലൂയ ചെയ്യിക്കേണ്ട ദൈവിക ശുശ്രൂഷകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. നിർണയപ്രകാരമാണ് നിങ്ങളെ വിളിച്ചത്. ഇന്നത്തെ കഷ്ടതകൾ ഓർത്ത്, ഇന്നത്തെ ഭാരങ്ങൾ ഓർത്ത് നീ ഭാരപ്പെടരുത്. വിളിച്ചു പറയണം, നന്മയ്ക്കായിട്ട് എല്ലാം കൂടി വ്യാപരിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ഇന്നത്തെ എന്റെ കഷ്ടത, ഇന്നത്തെ എന്റെ ഭാരങ്ങൾ നാളെ ഒരു നന്മയായി മാറാൻ പോകുകയാ, നാളെ ഒരു അനുഗ്രഹമായി തീരാൻ പോകുകയാ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ സ്തോത്രമുണ്ടോ? ഹല്ലേലൂയ. അവൻ പ്രതികൂലങ്ങളുടെ നടുവിൽ അവൻ നിന്ന ദൈവത്തിന്റെ ഭക്തൻ പറയുന്നു, അവൻ എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. എന്തുകൊണ്ടാ പൗലോസ് ഇങ്ങനെ പറഞ്ഞത്? എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ലെന്ന്. കാരണം ദൈവത്തെ അത്ര അധികമായി സ്നേഹിച്ചു, അത്ര ആഴമായിട്ട് ദൈവത്തെ സ്നേഹിച്ചു. നാം ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുന്നെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകൾ നാം അനുസരിക്കും. ഇന്ന് പലരും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, ദൈവം എൻ്റെ അപ്പച്ചനാണ്, ദൈവം എൻ്റെ ഹല്ലേലൂയ ഡാഡിയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ കൽപ്പന നീ അനുസരിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ അവൻ നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അവൻ മുടങ്ങിക്കിടക്കുന്നതിന്റെ ഒക്കെ കാരണം എന്താ? ദൈവിക കൽപ്പനകൾ അനുസരിക്കാത്തതിന്റെ ഫലമായ. ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ നീ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിപ്പാൻ തയ്യാറാകും. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രി നാം ചിന്തിക്കേണ്ടത്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകൾ ഞാൻ അനുസരിക്കുന്നവനാണോ? ആമേൻ. നോക്കിക്കോണേ, ഇവിടെ പൗലോസ് പറയുന്നത്, എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല, എന്റെ ഓട്ടവും ദൈവ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിനാ. ഞാൻ എന്തിനാ ഓടുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവൻ അവൻ ഓടുന്നത് അവന് വേണ്ടിയാണോ? അവന്റെ കുടുംബക്കാർക്ക് വേണ്ടിയാണോ? അല്ല, ദൈവത്തിന്റെ സാക്ഷ്യം. ഹല്ലേലൂയ. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന്. എന്തിനാ നീ ഓടുന്നത് പൗലോസേ? ഞാൻ ഓടുന്നത് അവൻ ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന്.
യേശു ക്രിസ്തുവിനെ സാക്ഷിക്കേണ്ടതിന്, യേശു ക്രിസ്തുവിനെ ഉയർത്തേണ്ടതിനാണ് അവൻ ഒരു ഭക്തൻ ഓടേണ്ടത്. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അവൻ ഹല്ലേലൂയ, അവൻ നീ ആരെയാണ് ഉയർത്തേണ്ടത്? നീ ഉയർത്തേണ്ടത് ക്രിസ്തുവിനെയാണ്. ഇന്ന് ലോകത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ തന്നെ ഉയർത്തി കാണിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. തന്നെ ഹല്ലേലൂയ അവരെന്തോ വലിയ സംതിങ് ആണെന്ന് കാണിക്കുന്ന, ഹല്ലേലൂയ പെരുപ്പിച്ചു കാണിക്കുവാൻ അവൻ ജനം ഹല്ലേലൂയ വെമ്പൽ കൊള്ളുമ്പോൾ, ഹല്ലേലൂയ അല്ലെങ്കിൽ അവരെന്തോ വലിയൊരു ഹല്ലേലൂയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി അവൻ ജനത്തിന്റെ നടുവിലേക്ക് അവരെ ഹല്ലേലൂയ ഇങ്ങനെ ഹൈലൈറ്റ്സ് ചെയ്ത് കാണിക്കുമ്പോൾ, ഇവിടെ പൗലോസ് പറയുകയാ, ഞാൻ ഓടുന്നത് എനിക്ക് വേണ്ടിയല്ല, ഞാൻ പ്രസംഗിക്കുന്നത് അവൻ എനിക്ക് വേണ്ടിയല്ല, ഞാൻ ശുശ്രൂഷിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, പിന്നെയോ ദൈവകൃപയുടെ സുവിശേഷത്തിന്റെ സാക്ഷ്യമായി തീരണം. ഇന്ന് രാത്രിയിൽ എത്ര പേര് ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കുവാൻ അവൻ തയ്യാറാകും? അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് കർത്താവ് സകലതും നന്മയ്ക്കായിട്ട് തീർക്കുന്നത്. സ്തോത്രം. നാം നമ്മെ തന്നെ ഉയർത്തുന്നവരായി, നമ്മെ തന്നെ ഹല്ലേലൂയ ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആമേൻ വലുതാക്കി കാണിക്കുവാനല്ല, നാം ക്രിസ്തുവിനെ ഉയർത്തുന്നവരായി തീരണം. ദൈവത്തെ അവൻ ക്രിസ്തുവിനെ ഉയർത്തും. ആമേൻ ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ മക്കളോട് ഞാൻ പറയട്ടെ, എവിടെ ക്രിസ്തുവിനെ ഉയർത്തിയിട്ടുണ്ടോ, ആരൊക്കെ ദൈവത്തെ സ്നേഹിച്ചിട്ടുണ്ടോ, അവരെയാണ് ഉയർത്തിയത്. ക്രിസ്തുവിനെയാണ് ഉയർത്തിയത്. ക്രിസ്തുവിനെ ഉയർത്തിയെടുത്ത് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്, അടയാളങ്ങൾ നടന്നിട്ടുണ്ട്, വീര്യപ്രവർത്തികൾ നടന്നിട്ടുണ്ട്. അവൻ ക്രിസ്തുവിനെ ഉയർത്തിയ പട്ടണങ്ങൾ വിടുവിക്കപ്പെട്ടിട്ടുണ്ട്, ക്രിസ്തുവിനെ ഉയർത്തിയ ദേശം വിടുവിക്കപ്പെട്ടിട്ടുണ്ട്, ക്രിസ്തുവിനെ ഉയർത്തിയവൻ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. നീ സ്വന്തമായിട്ട് അവൻ ഉയർത്തണ്ട, നിന്നെ ഹല്ലേലൂയ തന്നെ നീ ഉയർത്തണ്ട. നീ ക്രിസ്തുവിനെ ഉയർത്താൻ തുടങ്ങിയാൽ ക്രിസ്തു നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. അവൻ ഫിലിപ്പോസ് അവൻ ഒരു സുവിശേഷകനാണ്. ആ ശമരിയ പട്ടണത്തിന്റെ അകത്ത് കടന്നു ചെന്ന് ഫിലിപ്പോസ് ക്രിസ്തുവിനെ പ്രസംഗിച്ചു, ക്രിസ്തുവിനെ ഉയർത്തി. അവൻ ശമരിയ പട്ടണം വിടുവിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ശമരിയെ അടക്കി ഭരിച്ചിരുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ, ശമരിയുടെ ആഭിചാരത്തിന്റെ കെട്ടുകൾ, ശമരിയയിലെ മന്ത്രവാദികൾ അവൻ ദൈവത്തെ അറിയുവാൻ ഇടയായി തീർന്നു. അതിന്റെ കാരണം എന്താ? അവൻ ഫിലിപ്പോസ് അവൻ ആ ശമരിയയിൽ ചെന്നിട്ട് അവൻ ഫിലിപ്പോസിനെ അല്ല ഉയർത്തിയത്, ഫിലിപ്പോസിന്റെ ഫ്ലെക്സ് അല്ല അവിടെ വെച്ചത്, ഫിലിപ്പോസ് യേശുവിനെ ഉയർത്തുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമൈതലേ, നീ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നെങ്കിൽ, നീ യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ യേശുവിനെ ഉയർത്തുന്നവനായി തീരണം. നിന്റെ ഓഫീസിന്റെ അകത്ത്, നിന്റെ ജോലിയുടെ അകത്ത് നീ യേശുവിനെ ഉയർത്തുന്നവനായി മാറട്ടെ. അവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ യേശുവിനെ ഉയർത്തുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, എന്റെ ഓട്ടം ആർക്ക് വേണ്ടിയാ? ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിന് വേണ്ടിയാ. ആമേൻ. ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷിയായി ഹല്ലേലൂയ പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. ദൈവം എന്റെ മേൽ പരമേൽപ്പിച്ച, ദൈവം എനിക്ക് തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്നുള്ള ഒറ്റ ചിന്തയേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. ദൈവം തന്ന ആമേൻ ആ ശുശ്രൂഷ തികയ്ക്കുക, ദൈവം നിന്നെ ഏൽപ്പിച്ച ജോലി തികയ്ക്കുക, ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ ആ വർക്ക്, ആമേൻ പ്രൈസ് ദി ലോർഡ്, പ്രൊജക്റ്റ്, ആമേൻ അത് നീ കംപ്ലീറ്റ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം നമ്മളെ ഏൽപ്പിച്ചത് നാം ചെയ്യുമ്പോഴാണ് നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായി തീരുന്നത്. അപ്പോസ്തലനായ പൗലോസ് ദൈവത്തെ ആമേൻ സ്നേഹിക്കുമ്പോൾ എല്ലാം പൂർണ്ണമായ ഒരു സമർപ്പണം ഇവിടെ കാണുകയാണ്. ക്രിസ്തു നിമിത്തം എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ചെയ്തവെന്നെണ്ണുന്നു. ആമേൻ. നോക്കണം, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ ഭക്തൻ പറയുകയാ, ക്രിസ്തു നിമിത്തം ഞാൻ സകലവും, എനിക്ക് ലാഭമായിരുന്ന സകലതും ഞാൻ ചെയ്തവെന്ന് എണ്ണുന്നു. എത്ര പേർക്ക് ഇങ്ങനെ പറയാൻ കഴിയും? നിനക്ക് ലാഭമായിരുന്നതൊക്കെയും, ആമേൻ,
ചേതവെന്നെണ്ണാൻ കഴിയുന്നെങ്കിൽ നീയാണ് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ. താങ്കളാണ് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൗലോസ് പറയുകയാ, ആമേൻ, പൗലോസിന്റെ ആ വിശുദ്ധ വാഞ്ചയെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ക്രിസ്തു നിമിത്തം, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് മാത്രമേ ഇങ്ങനെ പറയുവാൻ കഴിയത്തുള്ളൂ. എനിക്ക് ലാഭമായിരുന്നതെല്ലാം, എനിക്ക് ലാഭമായിട്ട് ആമേൻ ഇരുന്നതെല്ലാം ഞാൻ ചേതവെന്ന് എണ്ണുകയാ, എല്ലാം എനിക്ക് വേണ്ടെന്ന് വെച്ചിരിക്കുകയാ. ക്രിസ്തുവിനെ അഗാധമായി ആഴമേറിയ ഒരു സ്നേഹം പൗലോസിന്റെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് ഇങ്ങനെ പറയാൻ കഴിയുമോ? ക്രിസ്തു നിമിത്തം, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് കൊണ്ട്, ക്രിസ്തു എന്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നത് കൊണ്ട്, ക്രിസ്തു നിമിത്തം ഇന്നലെ വരെ ആമൻ എന്റെ ജീവിതത്തിൽ ആമൻ എനിക്ക് ലാഭമായിരുന്ന പലതും, ഇന്നലെ വരെ എന്റെ ജീവിതത്തിൽ ആമൻ ഉയർച്ചയ്ക്ക് കാരണമായിരുന്ന പലതും ഞാൻ വേണ്ടെന്ന് വെക്കുകയാണ്. അതെല്ലാം ഞാൻ ചേതവെന്ന് എണ്ണുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം, അവൻ നോക്കിക്കോണേ, യേശു ക്രിസ്തുവിന്റെ ആ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത വെളിപ്പെട്ടപ്പോൾ ഇന്നലകളിൽ നടന്ന രീതി വേണ്ട, ഇന്നലകളിൽ ജീവിച്ച ജീവിതം വേണ്ട, ഇന്നലകളിലെ ഹല്ലേലൂയ സംസാരം വേണ്ട, ഇന്നലകളിലെ ഉന്നത ഭാവം വേണ്ട, ഇന്നലകളിലെ ഹല്ലേലൂയ ആമേൻ, പ്രൈസ് ഗോഡ്, ആമേൻ, അഹങ്കാരങ്ങൾ വേണ്ട. പറയുകയാ, എല്ലാം ഞാൻ ചേതവെന്ന് എണ്ണി. ആമേൻ, പ്രൈസ് ഗോഡ്. ഇതാണ് ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ക്രിസ്തു നിമിത്തം നീ എന്ത് ചെയ്യണം? സകലവും ചേതവെന്ന് എണ്ണണം. അങ്ങനെ ആമൻ എണ്ണുന്നവർക്ക് വേണ്ടി, ആമൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്നത്തെ കഷ്ടതകളെ കണ്ടുകൊണ്ട്, ഇന്നത്തെ വേദനകള്, രോഗങ്ങള്, ദുഃഖങ്ങളും അവൻ പട്ടിണിയും എല്ലാം നന്മയ്ക്കായിട്ട് വ്യാപരിക്കുമെന്ന് അവൻ എത്ര പേര് ഹല്ലേലൂയ തിരിച്ചറിയുന്നു. ഇന്ന് ഒരു പക്ഷേ നീ ഞെരുക്കത്തിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്, വേദനയിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ക്രിസ്തുവിനെ നീ സ്നേഹിച്ചാൽ എല്ലാം നന്മയ്ക്കായിട്ട്, എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്നേഹിക്കുന്ന നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാ ശോധനയിലും ജയം പ്രാപിക്കുവാൻ കഴിയും. അവൻ ഈ ശോധനയിൽ, ഈ കഷ്ടതയിൽ ജയം പ്രാപിക്കാൻ കഴിയണമെങ്കിൽ നീ ക്രിസ്തുവിനെ സ്നേഹിക്കണം. നിർണയപ്രകാരം ഹല്ലേലൂയ നീ വിളിക്കപ്പെട്ടവനായിരിക്കണം. അങ്ങനെ ആയിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ ദൈവിക ജയം, ദൈവിക വിടുതലുകളെ പ്രാപിച്ചു മുന്നോട്ട് കടന്നു പോകുവാൻ കർത്താവ് നമുക്ക് ജയം തരും. പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മുടെ കർത്താവ് തോറ്റ ദൈവമല്ല, നമ്മുടെ കർത്താവ് ജയിച്ച ദൈവമാണ്. നമ്മുടെ കർത്താവ് ജയിച്ച ദൈവമാണ്. അതുകൊണ്ട് ഹല്ലേലൂയ ജയം പ്രാപിച്ച് മുന്നോട്ട് കടന്നു പോകുവാൻ ദൈവം ഹല്ലേലൂയ നമ്മളെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന്റെ മുഴുവൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് സഹായങ്ങളും നിന്നിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, ആമേൻ, ലോകത്തിന്റെ സകല ഹല്ലേലൂയ സഹായങ്ങളും നിന്നിൽ നിന്ന് ഹല്ലേലൂയ വേർപെട്ടു പോകുമ്പോഴാണ് ദൈവപ്രവർത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ലോകത്തിന്റെ അവൻ സകല വഴികളും അടയുമ്പോൾ, ലോകത്തിന്റെ സകല നന്മകളും നിന്നു പോകുമ്പോൾ, ഒരു ദൈവ പ്രവർത്തി, ദൈവത്തിന്റെ വാഗ്ദത്തം, ദൈവിക വാതിലുകൾ, ദൈവ പൈതലേ, നീ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ, നിർണയപ്രകാരം വിളിക്കപ്പെട്ട ദൈവ പൈതലാണെങ്കിൽ, ലോകത്തിന്റെ സകല വഴികളും നിന്റെ മുൻപിൽ അടയുമ്പോൾ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ വാതിലുകൾ, ദൈവിക വഴികൾ ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരും. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി എത്ര പേർ അത് വിശ്വസിക്കുന്നു? ലോകത്തിന്റെ വഴികൾ ഹല്ലേലൂയ ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അടഞ്ഞു പോകുമ്പോൾ എന്റെ ദൈവം എനിക്ക് വേണ്ടി ആമേൻ പ്രൈസ് ദി ലോർഡ് പുതുവഴികളെ തുറക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ചില കഷ്ടതകൾ, ഒറ്റപ്പെടുത്തലുകൾ
ജീവിതത്തിൽ കടന്നു വരുന്നത് നിന്നെ തകർത്ത് കളയുവാനല്ല, പിന്നെയോ ഒരു പുത്തൻ വെളിപ്പാട് ദൈവം നിനക്ക് തരുവാൻ വേണ്ടിയാണ്. ഒരു പുത്തൻ ഹാലലിയ ദൈവിക അനുഗ്രഹം, ഒരു പുത്തൻ ഹാലലിയ വെളിപ്പാട് ദൈവം നിനക്ക് കൈമാറി തരാനാ. അതുകൊണ്ട് ഏകാന്തതയുടെ നടുവിൽ നീ ഭാരപ്പെട്ടു പോകരുത് കേട്ടോ. അവിടെ നീ കടന്ന് ദൈവത്തെ സ്തുതിച്ചോണം, നീ ദൈവത്തെ സ്നേഹിച്ചോണം, ദൈവത്തെ ആരാധിച്ചോണം, ദൈവത്തെ ആരാധിക്കാൻ മുട്ടുമടക്കിക്കോണം. അതിന്റെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി ദൈവിക വഴികളെ തുറക്കും, ദൈവിക പദ്ധതികളെ ഒരുക്കും. ഹാലലുയ. ദൈവം സ്നേഹിക്കുന്ന ദൈവമക്കൾക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിച്ചിട്ടില്ല. ഹാലലി. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ, എല്ലാ അധരങ്ങളും തുറന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ഇന്ന് രാത്രിയിൽ കേൾപ്പിച്ച ദൈവിക വചനത്തിന്റെ മുൻപിൽ, ദൈവിക ദൂതിന്റെ മുൻപിൽ കർത്താവെ ഞങ്ങളെ തന്നെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. വചനത്തിൽ ഞങ്ങൾ വായിച്ചല്ലോ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. കർത്താവെ, സകലവും ഇന്നത്തെ ഞങ്ങളുടെ കഷ്ടതകൾ, വേദനകൾ, ദുഃഖങ്ങൾ, ഭാരങ്ങൾ എല്ലാം നന്മയ്ക്കായിട്ട് തീരാൻ പോകുന്നതിനായി സ്തോത്രം. എല്ലാം നന്മയ്ക്കായി മാറാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നപ്പ, നിർണയപ്രകാരം കർത്താവെ അങ്ങ് ഞങ്ങളെ വിളിച്ചതാണ്. ആ ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ സ്വർഗം ഞങ്ങളെ ഇടയാക്കണമേ. ഇന്ന് രാത്രിയിൽ കർത്താവ് വചനം കേട്ട എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണം. പ്രയാസങ്ങളിലൂടെ, കഷ്ടതയിലൂടെ, വേദനയിലൂടെ, ദുഃഖത്തിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ കർത്താവ് അവർ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, നിർണയപ്രകാരമുള്ള വിളി അവരുടെ മേൽ കിടക്കുന്നത് കൊണ്ട് നന്മയ്ക്കായിട്ടെല്ലാം കൂടി വ്യാപരിക്കട്ടെ. ഇന്നത്തെ വേദനകൾ നന്മയ്ക്കായി തീരട്ടെ. ഇന്നത്തെ ഭാരങ്ങൾ നന്മയ്ക്കായി മാറട്ടെ. ഇന്നത്തെ രോഗം, ദുഃഖം, പട്ടിണി, ക്ലേശങ്ങളെല്ലാം നന്മയ്ക്കായി മാറട്ടെ. ദൈവികമായ വിടുതലിനെ ദൈവം അയക്കണം. കർത്താവേ, ഈ ഫേസ്ബുക്ക് പേജിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, വിഷൻ വോയിസിന്റെ ഹല്ലേലൂയ എല്ലാ പ്രവർത്തകരെയും സ്വർഗം അനുഗ്രഹിക്കണമേ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന അഭിഷക്തനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർദാസിനെയും കുടുംബത്തെയും സ്വർഗം ആദരിക്കണം, മാനിക്കണം, ദൈവകൃപയുടെ മറവിൽ മറയ്ക്കണം. അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹമായി തീരണം. കർത്താവേ, ഈ വചനം കേട്ട എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. പ്രാർത്ഥനയും യാചനകളും കേട്ടതിനായി സ്തോത്രം. യേശു തമ്പുരാന്റെ തന്നെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. സ്വർഗ്ഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.